കൊടും വേനലിൽ 500ഓളം കാലികൾ ചത്ത കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വരയായി. നഷ്ടപരിഹാരം നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് പണമില്ല. ദുരന്ത നിവാരണ പരിധിയിൽ ഉൾപ്പെടുത്താതെ ക്ഷീര കർഷകർക്ക് പണം കിട്ടില്ല. ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പശുവിന് 37,500 രൂപയും കന്നുകുട്ടിക്ക് 20,000 രൂപയും വീതം കർഷകന് ലഭിക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത ചൂടാണിത്. കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. കർഷകരെ അത് വലിയ തോതിൽ പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? മാധു, ഈ കൊടും വേനലിൽ ക്ഷീരകർഷകർ അടക്കമുള്ള കന്നുകാലികളെ വളർത്തുന്ന കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണെന്ന യാഥാർത്ഥ്യമെല്ലാം സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വിശദമായ കണക്കെടുത്തു. സംസ്ഥാനത്താകെ 497 കന്നുകാലികൾ മരിച്ചതായാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കണക്ക്. അതിൽ ഏറ്റവും കൂടുതൽ 105 കന്നുകാലികൾ മരിച്ച കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഈ നഷ്ടത്തിൻ്റെ കണക്കൊക്കെ കൊണ്ട് ഇവർക്ക് വളരെ വേഗത്തിൽ തന്നെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നെല്ലാം മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചു. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കയ്യിൽ ഈ കർഷകർക്ക് നഷ്ടപരിഹാര പണം നൽകുന്നതിന് വേണ്ടിയുള്ള തുകയില്ല, പണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ജില്ലാ ഭരണകൂടങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ, അതായത് ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള പണം ലഭിച്ചാൽ മാത്രമേ മൃഗസംരക്ഷണ വകുപ്പിന് ഈ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കൂ. അതിന് കൃത്യമായ വകുപ്പുമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ പണമുള്ള ഫണ്ടാണ്. അതുപ്രകാരം കൃത്യമായ നിർവചനം, നിയമപരമായി തന്നെ നിർവചനമുണ്ട്. അതായത് ഒരു പശു ചത്തുപോയാൽ അതിന് 36,500 രൂപയും ഒരു കന്നുകുട്ടി മരിച്ചാൽ 20,000 രൂപയും നഷ്ടപരിഹാരമായി കർഷകന് ലഭിക്കും. പക്ഷേ ആ ഫണ്ടിൽ നിന്ന് ഈ പണം അനുവദിക്കാൻ വേണ്ടിയുള്ള നടപടി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ മൃഗസംരക്ഷണ വകുപ്പിന് ഈ കർഷകർക്ക്, കാലികൾ ചത്തൊടുങ്ങിയ കർഷകർക്ക് പണം നൽകാൻ നിലവിൽ ഒരു പോംവഴിയില്ലാതിരിക്കുകയാണ്. അതായത് അടിയന്തരമായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഇതിനുള്ള പണം അനുവദിക്കണം. അതിനുള്ള വകുപ്പുകൾ കൃത്യമായി തന്നെ ഉണ്ട്. ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ, ഇതൊരു ദുരന്തമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ പ്രകാരം ഇന്ന നഷ്ടങ്ങൾക്ക് ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തിന് കർഷകർ യോഗ്യരാണ് എന്നത് കൃത്യമായ നിർവചനവുമുള്ളതാണ്. പക്ഷേ അതിനുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നത് കർഷകർക്കുള്ള ദുരിതം ഇനിയും നീണ്ടുപോകും. ഈ വേനൽക്കാലത്ത് അവരുടെ ഉപജീവന മാർഗമായ കന്നുകാലികളും മറ്റ് മൃഗാദികളെല്ലാം തന്നെ ചത്തൊടുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ അവർക്കുള്ള ആശ്വാസം വേണമെങ്കിൽ എത്രയും വേഗത്തിൽ സർക്കാർ തലത്തിൽ ഇത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായ പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടിയെടുക്കണം. പലപ്പോഴും ജില്ലാ ഭരണകൂടങ്ങളെ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകരും ബന്ധപ്പെട്ട ഏജൻസികളും സമീപിക്കുമ്പോൾ അതിനുള്ള തീരുമാനങ്ങളായിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.